Good morning. In today's class, we are discuss about gifted children. ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്താണെന്നും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം ക്ലാസ് വ്യക്തമാക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ? Gifted children are who demonstrate an advanced ability for high performance in one or more areas such as intellectual, creative, artistic, or leadership capacities, etc. According to Whitty, the term gifted means is consistently remarkable in some potentially valuable activity. Then, according to Louis Terman, gifted children are those who possess an IQ of 140. അതായത് ലൂയിസ് ടെർമാൻ്റെ അഭിപ്രായത്തിൽ 140 കൂടുതൽ ഐക്യു ഉള്ള കുട്ടികളാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ? ഗിഫ്റ്റഡ് ചിൽഡ്രൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, റാപ്പിഡ് ലേണിംഗ്. ദറ്റ് മീൻസ് ദേ ലേൺ ന്യൂ കോൺസെപ്റ്റ് ക്വിക്ക്ലി ആൻഡ് വിത്ത് ലെസ് പ്രാക്ടീസ് ഓർ റിപ്പീറ്റേഷൻ. ദെൻ നെക്സ്റ്റ്, advanced vocabulary and language skills. That means they often begin speaking at an early age, use complex sentences, and have extensive vocabularies, etc. Then they have the ability to problem solving skills. That means they can handle abstract ideas, see a relationship between unrelated concepts, etc. Then they learn things quickly ആൻഡ് റിമെമ്പർ ദം ഈസിലി. അതായത് അവർ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും, അത് പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കുകയും ചെയ്യും. അതുപോലെ മറ്റുള്ള കുട്ടികളെക്കാട്ടും കൂടുതൽ അറിവ് ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാവും. പിന്നെ അവരുടെ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആയിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും. ദെൻ ദേ ആർ വെരി ക്യൂരിയസ്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ അവർ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം അത് അവരിൽ അത്രയും അത്ഭുതം സൃഷ്ടിക്കുന്നുണ്ടായിരിക്കും. ദെൻ ദേ ഹാവ് ദ പവർ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. ദെൻ ദേ ഹാൻഡിൽ ഡിഫിക്കൾട്ട് ടാസ്ക്. അതായത് മറ്റുള്ള കുട്ടികൾ ഇപ്പം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ശ്രമിക്കൽ. പക്ഷെ ഇത്തരം കുട്ടികൾക്ക് എന്താണ് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും കൂടുതൽ ഇഷ്ടം. അടുത്തത് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ. ഇത്തരം കുട്ടികളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് കുറേ ടെസ്റ്റെല്ലാം അവൈലബിൾ ആണ്. ലൈക്ക് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്, ക്രിയേറ്റീവ് ടെസ്റ്റ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ദെൻ ടീച്ചേഴ്സ് ഒബ്സർവേഷൻ ഓൺ ബേസിസ് ഓഫ് ഹിസ് ഇൻ ക്ലാസ് റൂം ആൻഡ് ഔട്ട്സൈഡ് ദി ക്ലാസ് റൂം. അതായത് കുട്ടികളുടെ ബിഹേവിയേഴ്സ് ക്ലാസ് റൂമിലും അതുപോലെ ക്ലാസ് റൂമിന് പുറത്തും എങ്ങനെയാണെന്ന് ടീച്ചർ ഒബ്സർവ് ചെയ്യണം. ദെൻ അക്കാദമിക് മാർക്സ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, ഇത്തരം കാര്യത്തിലൂടെ നമുക്ക് ഇത്തരം കുട്ടികളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ്, വാട്ട് മേക്സ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഡിഫറെൻറ്റ്? മറ്റുള്ള കുട്ടികളിൽ നിന്നും ഗിഫ്റ്റഡ് ചിൽഡ്രൻസിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് നോക്കാം. ദേ ഹാവ് ദ അബിലിറ്റി ടു റാപ്പിഡ് ലേണിംഗ്. ദറ്റ് മീൻസ് ദേ അബ്സോർബ് ആൻഡ് പ്രോസസ് information much faster than their peers. Then advanced vocabulary. That means they may develop language skills early and use a vocabulary. Then excellent memory. That means they can recall facts, details, and events with exceptional accuracy. Then problem solving skills. That means they are quick to grasp complex ideas and enjoy applying concepts to solve problems. Then intense curiosity. That means they have an insatiable desire to learn and ask endless questions. Then they are often highly creative, have a vivid imagination, and may generate novel ideas. Then perfectionism. That means they have set high standards for themselves, which can lead for frustration if they don't meet them. These things make gifted children different from other peoples. നെക്സ്റ്റ്, നീഡ്സ് ആൻഡ് പ്രോബ്ലം ഓഫ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ. അതായത് ഗിഫ്റ്റഡ് ചിൽഡ്രനിൻ്റെ ആവശ്യങ്ങളും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നോക്കാം. They need fundamental psychological requirements such as
നീഡ് ഫോർ സെക്യൂരിറ്റി, അഫെക്ഷൻ, ബിലോങ്ങിങ് ആൻഡ് ബീയിങ് ആക്സെപ്റ്റഡ് ആസ് ആൻ ഇൻഡിവിജ്വൽ. അതായത് സമൂഹത്തിൽ അവർക്ക് സ്നേഹത്തിനും സംരക്ഷണത്തിനും അതുപോലെ തന്നെ ഒരു വ്യക്തി എന്ന നിലയിലുള്ള ആക്സെപ്റ്റൻസിനെല്ലാം ഉള്ള അവകാശമുണ്ട്. Then they have the need for strong drive for knowledge and comprehension. Then the necessity for opportunities to express creativity and ingenuity. Then the pursuit of self-actualization or self-expression. അതായത് അവർക്ക് അറിവ് നേടാനും അതുപോലെ അവരെ മനസ്സിലാക്കാനുള്ള പറ്റണം എല്ലാവർക്കും. അത് അവരുടെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിക്കും ഇൻജെന്യൂറ്റിക്കുള്ള ഒരു ആക്സെപ്റ്റൻസ് ചെയ്യണം. അതുപോലെ അവർക്ക് ഒരു സെൽഫ് എക്സ്പ്രഷൻ, അവരുടേതായ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കണം. അതെല്ലാം അവരുടെ ഒരു ആവശ്യമാണ്. അടുത്തതായിട്ട് പ്രോബ്ലംസ് ഓഫ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ. അതായത് ഇന്നത്തെ സമൂഹത്തിൽ ഇത്തരം കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഇത്തരം കുട്ടികളെ ചിലപ്പം എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. മറ്റുള്ള കുട്ടികളിൽ നിന്ന് അപ്പുറം സ്വന്തം പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും, അതായത് ഇവർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന്. അപ്പം അതെല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അവർ ഭയങ്കര ക്യൂരിയസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നത്. അപ്പം അവർ പാരൻസ് ആണെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർ വല്ലാണ്ട് തളർന്നു പോകുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, ഫൈൻഡിങ് അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷണൽ സപ്പോർട്ട്. ദാറ്റ് മീൻസ് ട്രഡീഷണൽ ക്ലാസ് റൂംസ് ആൻഡ് റിസോഴ്സ് മേ നോട്ട് ഓൾവേസ് be equipped to fully address the unique learning needs of gifted children. Then next, risk of underachievement means if not adequately challenged, then if they develop poor study habits due to material always being easy, some gifted students may not reach their full potential. Then the next problem is peer relationship difference. That means gifted children might have different interests than their age mates and may find it easier to connect with older children. Then perfectionism. That means high expectations, both internal and external, can sometimes lead to perfectionist tendencies. Then non-challenging classwork. Non-challenging classwork പറഞ്ഞാൽ ഇപ്പം ക്ലാസ് വർക്കെല്ലാം വളരെ ഈസി ആണെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് അതൊരു ബോറിംഗ് ആയിരിക്കും. പക്ഷേങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത്തരം കുട്ടികൾക്ക് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കൂടുതൽ താല്പര്യം. അപ്പോൾ ക്ലാസ്സിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഇവർക്കതൊരു മടുപ്പായിരിക്കും എന്നാണ് പറയുന്നത്. അത് അവരുടെ വലിയൊരു പ്രശ്നമാണ്. ഇത്തരം കാര്യങ്ങളാണ് പ്രോബ്ലംസ് ഓഫ് ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ ഓഫ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സെപ്പറേറ്റ് സ്കൂൾ. സെപ്പറേറ്റ് സ്കൂൾസ് മീൻസ് എസ്റ്റാബ്ലിഷ് സ്പെഷ്യലൈസ്ഡ് സ്കൂൾ വിത്ത് പ്രോപ്പർ ഫെസിലിറ്റീസ് ആൻഡ് ട്രെയിൻഡ് ടീച്ചേഴ്സ്. ദെൻ സച്ച് സ്കൂൾസ് നർച്ചർ ടാലൻറ്റ്സ് ബട്ട് മേ ക്രിയേറ്റ് സോഷ്യൽ ഡിവിഷൻസ്. Then next, ability grouping. Ability grouping means students are grouped according to similar ability levels. It helps teachers tailor lessons effectively and encourage healthy competition. However, it may reduce interaction between gifted and slower learners. Then next, triple track plan. It means the syllabus is the same for all, but the pace differs. Gifted children finish faster, average learners take normal time, and slow learners take longer. These plans allow each student to progress at their own speed. അതായത് ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ രീതിയാണ്. അതിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ സിലബസ് കൊടുക്കും. അപ്പോൾ അത് പൂർത്തിയാക്കാൻ അവർ എടുക്കുന്ന സമയത്തിനനുസരിച്ചാണ് അവരുടെ കഴിവ് മനസ്സിലാക്കുന്നത്. അതായത് നല്ല കഴിവുള്ള കുട്ടികൾ
അത് ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ആ സിലബസ് പൂർത്തിയാക്കുന്നുണ്ട്. അതുപോലെ കുറച്ചൊരു എന്താണ് സാധാരണ കുട്ടികൾ പറഞ്ഞാൽ കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ രീതിയിൽ വിദ്യാർത്ഥികളെ അവരുടെ സ്വന്തം വ്യക്തിഗത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. Then next, acceleration or double promotion. It means the learning process is sped up for gifted children who can handle advanced work. Then they may skip grades, reaching higher levels sooner. Then next, enrichment programs. It means deepen the regular curriculum through creative, self-directed project like assignments. Then it includes clubs, debates, projects, and activities like painting, music, or drama, etc. It provides richer learning experience beyond normal coursework. Then last one, summer schools. They are organized to meet the intellectual curiosity to talented students, offer quality resource and expert guidance. Students return to their regular schools after completion and may attend annually until graduation. Then it's the time for concluding our topic. In conclusion, gifted children are a diverse population with exceptional potential that requires specialized support to thrive. While they often demonstrate advanced cognitive abilities, a key finding is that they also face unique social and emotional challenges such as uh, perfectionism, uh, boredom, and social isolation, etc. That's all about today's class. Thank you. Have a nice day.